സുലേഖ, മുതലപ്പുഴയിൽ ഇന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന വിഷയമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ നടന്നിരുന്നു. ഏതായാലും ഇന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നു. അത് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ഈ മുതലപ്പുഴയിൽ ഇന്ന് ഡ്രഡ്ജിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി കളക്ടറുമായി മത്സ്യത്തൊഴിലാളികളുടെ ഒരു ചർച്ചയുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കുന്ന നടപടികൾ തുടങ്ങുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 10 മണിക്കാണ് ഇത്തരത്തിൽ കളക്ടറുമായി മത്സ്യത്തൊഴിലാളികൾ ചർച്ച നടത്തുന്നത്. നേരത്തെ വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മുതലപ്പുഴയിൽ വലിയ രീതിയിലുള്ള സംഘർഷം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നൊരു ആരോപണമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേസമയം ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന്, സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇവർക്ക് ജീവന് ഭയമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന്റെ ജനൽ ചില്ലുകളൊക്കെ തന്നെയും അടിച്ചു തകർക്കുന്നൊരു സാഹചര്യമൊക്കെ തന്നെയും മുതലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഈ ഡ്രഡ്ജിംഗ് തുടങ്ങണമെങ്കിൽ ഇത്തരത്തിൽ തങ്ങൾ സുരക്ഷിതരാണ്, ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണ് എന്നുള്ളൊരു ഉറപ്പ് തങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നതടക്കമുള്ള അറിയിപ്പുകൾ ചീഫ് എഞ്ചിനീയർ അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലത്തെ ഡ്രഡ്ജിംഗ് മാറ്റിവെച്ചത്. ഇന്ന് എന്തായാലും ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ നൽകിയ ഒരു അറിയിപ്പ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ കളക്ടറുമായുള്ള ഒരു ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളതൊക്കെ തന്നെയും കളക്ടർ കേൾക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 10 മണിക്കാണ് ഇത്തരത്തിൽ ഉള്ളൊരു ചർച്ച നടക്കുന്നത്. കളക്ടറുമായി ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ അത് കർശനമായി അവിടെ മുതലപ്പുഴയിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു കാര്യം കളക്ടർ മത്സ്യത്തൊഴിലാളികളോട് പറയും. അതിനൊപ്പം തന്നെ ഈ ഡ്രഡ്ജറിൻ്റെ ഉപയോഗം അത് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരും അതിനൊപ്പം തന്നെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെയും പറയുന്നത്. കാരണം അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ളൊരു മണിക്കൂറുണ്ട്. ആ മണിക്കൂറിൽ മാത്രമേ അത്ര മണിക്കൂർ മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു ദിവസം. 10 മണിക്കൂറാണ് അത് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? അതെ, ചന്ദ്രഗിരി ഡ്രഡ്ജറാണ്. അത് കണ്ണൂരിൽ നിന്ന് പ്രത്യേകമായി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ പരമാവധി പ്രവൃത്തി സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ആ 10 മണിക്കൂറിനപ്പുറത്തേക്ക് അത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെയും പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇതൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് കളക്ടർ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക. മനു.